എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പ്രഭാഷണ വിഷയം മാറുന്ന ചരിത്രരചനയും മാറ്റിമറിക്കപ്പെടുന്ന ചരിത്രം. ഒരുപക്ഷെ ചരിത്രത്തെ വളരെ ലളിതമായി നിർവചിച്ചത് പ്രസിദ്ധ ചരിത്രകാരി റോമില താപ്പർ ആയിരിക്കും. വർത്തമാനകാലം ഭൂതകാലം എന്ന കണ്ണാടിയിൽ സ്വയം മുഖം നോക്കുന്നതാണ് ചരിത്രം. അതായത് വർത്തമാനകാല ധാരണകളെ ഭൂതകാലത്തിലേക്ക് പ്രക്ഷേപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ് ചരിത്രം. അതായത് ചരിത്രം എന്നത് കൊളോണിയൽ ചരിത്രകാരന്മാർ നമ്മെ പഠിപ്പിച്ചതുപോലെ ഋജുവായ ഒന്നല്ല, മറിച്ച് വർത്തമാനകാല അറിവിൽ നിന്നും ഉരുവം കൊള്ളുന്ന ഒന്നാണ് എന്ന് സാരം. തലമുറയിൽ നിന്നും തലമുറയിലേക്ക് മാറ്റമേതുമില്ലാതെ കൈമാറുന്ന വിവരങ്ങളല്ല ചരിത്രം. ചരിത്രപരമായ സാഹചര്യങ്ങൾ വിശദീകരിക്കപ്പെടണം. വിശദീകരണങ്ങൾ വെറും വാക്കുകളല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളവയായിരിക്കണം. തർക്കത്തിന്റെ യുക്തിയിൽ നിന്നും ഉരുവം കൊള്ളുന്ന സാമാന്യവൽക്കരണങ്ങൾ ലഭ്യമാകണം. പുതിയ തെളിവോ നിലവിലുള്ള തെളിവിന്റെ പുതിയ വ്യാഖ്യാനങ്ങളോ വെച്ച് ഭൂതകാലത്തെക്കുറിച്ച് പുതിയ പുതിയ ധാരണകൾ ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ ചരിത്രം ഒരു ജ്ഞാനരൂപമായി അംഗീകരിക്കാൻ കഴിയും. അല്ലെങ്കിൽ അവ വെറും വിശ്വാസങ്ങൾ മാത്രമാണ്. അതാത് കാലത്ത് നിലവിലുള്ള ബൗദ്ധിക രീതികളിൽ നിന്നാണ് വ്യാഖ്യാനങ്ങൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രം വായിക്കപ്പെടുന്ന രീതികൾ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിൽ ലീനമായി. അതായത് ചരിത്രം എന്നത് അത് എഴുതപ്പെടുന്ന കാലഘട്ടത്തിന്റെ ബൗദ്ധിക ചരിത്രം കൂടെയാണ്. അല്ലെങ്കിൽ ഏത് കാലത്ത് നിന്നുകൊണ്ടാണ് നാം ചരിത്രത്തെ നോക്കുന്നത്, ആ കാലത്തിലെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയ്ക്കനുസരിച്ച് അതുവരെ നാം നോക്കിക്കണ്ട ഭൂതകാലത്തിന് മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് സാരം. ഈ അർത്ഥത്തിൽ നോക്കിയാൽ എല്ലാ ചരിത്രധാരണകളും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ഒരു വിശേഷാവഗാഹ മേഖല എന്ന നിലയിൽ മറ്റേതൊരു വിജ്ഞാന ശാഖകളെയും പോലെ ജ്ഞാനനിർമ്മിതിയിൽ പുതിയ രീതികളും വ്യാഖ്യാന സമ്പ്രദായങ്ങളും ഉണ്ടായി മുന്നോട്ട് പോകുന്നു എന്ന് സാരം. അതോടൊപ്പം സയൻസിൽ ഉണ്ടാകുന്ന പുതിയ മുന്നേറ്റങ്ങളും ഹിസ്റ്റീരിയോഗ്രാഫി എന്നതിനെ തന്നെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. ചരിത്രരചനയ്ക്ക് ഏറ്റവും പ്രധാനം തെളിവുകൾ സമാഹരിക്കുക എന്നതും കാലനിർണയം നടത്തുക എന്നതുമാണ്. ഇവിടെയാണ് സയൻസിന്റെ, വിശേഷിച്ചും ഫിസിക്സിന്റെ ധർമ്മം പ്രധാനമാകുന്നത്. ഇതാണ് മാറുന്ന ചരിത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറുഭാഗത്ത് തെളിവുകളുടെയോ വസ്തുതകളുടെയോ അടിസ്ഥാനത്തിലല്ലാതെ ചരിത്രത്തെ മാറ്റി എഴുതുന്ന ഒരു പ്രവണതയും അടുത്ത കാലത്തായി കണ്ടുവരുന്നുണ്ട്. ചരിത്രം എന്നാൽ പഴമയിലേക്കുള്ള തിരിച്ചുപോക്കാണെന്നും അന്നത്തെ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ചരിത്രമാണ് യഥാർത്ഥ ചരിത്രം എന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചരിത്രരചനയുടെ അടിസ്ഥാന ഘടകം. മാത്രമല്ല, ഇന്ത്യയുടെ തനതായ ഒരു ചരിത്ര പഠന രീതി നിർമ്മിക്കുകയാണ് വേണ്ടതെന്നും ഇവർ വാദിക്കുന്നു. അതിന് ഇന്ത്യൻ ദർശനങ്ങളിൽ പറയുന്ന വിജ്ഞാന സിദ്ധാന്തം അഥവാ എപ്പിസ്റ്റമോളജി ഉപയോഗപ്പെടുത്തുക എന്നത് ഒരു ലക്ഷ്യമായി എടുക്കുകയും ചെയ്യാനുള്ള ഒരു ശ്രമവും നടക്കുന്നു.
ഒരു ഉദാഹരണം എടുത്താൽ പൂർവമീമാംസയുടെ വിജ്ഞാന സിദ്ധാന്തം 6 ജ്ഞാനസമ്പാദന മാർഗങ്ങളെ അംഗീകരിക്കുന്നു. അവ ഇന്ദ്രിയ സംവേദനം അഥവാ പ്രത്യക്ഷം, താരതമ്യം അഥവാ ഉപമാനം, അനുമാനം അഥവാ ഇൻഫറൻസ്, സാക്ഷ്യം അഥവാ ശബ്ദം അല്ലെങ്കിൽ ടെസ്റ്റിമണി, സങ്കല്പം, അർത്ഥാപത്തി അഥവാ ഊഹം പോസ്റ്റുലേഷൻ, അനുപലബ്ധി നോൺ കോമ്പിനേഷൻ എന്നിവയാണ്. ശബ്ദം അഥവാ സാക്ഷ്യം 2 വിധമുണ്ട്. പൗരുഷേയം, അപൗരുഷേയം, അതായത് പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ ഓർ റെവലേറ്റർ. ഇതുവഴി വെളിപ്പെടുത്തപ്പെടുന്ന ജ്ഞാനം പുതിയ അറിവുകൾ ആവാം, അല്ലെങ്കിൽ അനുശാസനങ്ങളും ആവാം. വേദങ്ങൾ അപൗരുഷേയങ്ങളാണ്, മാത്രമല്ല അത് സനാതനങ്ങളുമാണ്. അവയുടെ പ്രധാന ഉദ്ദേശം വൈദിക കർമ്മങ്ങളെ കുറിച്ചുള്ള അറിവും നിർദ്ദേശങ്ങളും നൽകലാണ്. ഇത് അല്ലാത്തതെല്ലാം വെറും അർത്ഥവാദങ്ങൾ മാത്രമാണ്. ജൈമിനി തന്റെ സൂത്രത്തിന്റെ 1-ാം അധ്യായം 2-ാം പാദം മുഴുവനും അർത്ഥവാദം ചർച്ച ചെയ്യുന്നുണ്ട്. മീമാംസകരെ സംബന്ധിച്ചിടത്തോളം ശബ്ദം കാരണമില്ലാത്തതും സനാതന സത്യങ്ങളെ നാം അറിയുന്ന മാർഗങ്ങളുമാണ്. അതായത് ഇത് ഒരു ജ്ഞാനസമ്പാദന രീതിയായി എടുത്താൽ പൗരാണിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പലതും ചരിത്ര രചനയിൽ തെളിവുകളായി എടുക്കാം എന്ന് സാരം. പൗരുഷേയം എന്നാൽ വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു ആചാര്യൻ പറയുന്ന വാക്ക്. അത് ചോദ്യം ചെയ്യപ്പെടാതെ വസ്തുതയായി തന്നെ എടുക്കാം. അടുത്ത കാലത്ത് ഒരു ആചാര്യൻ ഓസ്ട്രേലിയയ്ക്ക് ആ പേര് കിട്ടിയത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടു. മുൻപറഞ്ഞ രീതി അംഗീകരിച്ചാൽ അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറും. തെളിവുകളോ യുക്തിയോ ഒന്നും ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് കാണാവുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് 108 എന്ന സംഖ്യയുടെ പ്രാധാന്യം എന്ന് വിവരിക്കുന്നിടത്ത് ഇതേ ആചാര്യൻ പറയുന്നു, the ratio between the distance of sun and earth and the sun's diameter is 108. അങ്ങനെ തന്നെയാണ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ളതും എന്ന് പറയുന്നത്. ഈ പറഞ്ഞത് വെറും തെറ്റാണെന്ന് സാമാന്യ വിദ്യാഭ്യാസം ഉള്ളവർക്ക് ആർക്കും അറിയാം. പക്ഷെ അതും ശബ്ദപ്രമാണമായി എടുക്കാം. അങ്ങനെ നിരവധി കാര്യങ്ങൾ ആധികാരിക ചരിത്ര രചനയ്ക്കുള്ളിൽ വന്നു കയറും. ഇതാണ് മാറ്റിമറിക്കപ്പെടുന്ന ചരിത്രം എന്ന് പറഞ്ഞതിന്റെ സാരം. വട്ടെഴുത്തിലും കോലെഴുത്തിലും എഴുതിയ ക്ഷേത്രലിഖിതങ്ങളും ഗുഹകളിലും പാറകളിലും ബ്രഹ്മലിപികളിൽ എഴുതിയത് വായിച്ച് വ്യാഖ്യാനിക്കലും അല്ല ഇന്നത്തെ ചരിത്ര രചനാരീതി. ചരിത്ര നിർമ്മിതിയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് കൃത്യമായ സ്ഥലകാല നിർണയം. ഉദാഹരണത്തിന് ഒരു മനുഷ്യ സമൂഹത്തിന്റെ ചരിത്ര രചനയിൽ ആ സമൂഹം എത്ര വർഷം പഴക്കമുള്ളതാണ്, ആ സമൂഹത്തിലെ വ്യക്തികൾ എവിടെ നിന്നും ഉത്ഭവിച്ചവരാണ് എന്നുള്ളത് കൃത്യമായി നിർണയിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാലനിർണയത്തിൽ ഇന്ന് ഏറ്റവും കൃത്യതയാർന്ന ഒരു രീതിയാണ് ESR അഥവാ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് ഡേറ്റിംഗ്. ചില ധാതുക്കളുടെ ക്രിസ്റ്റൽ ലാറ്റിസിൽ സമയബന്ധിതമായി അടിഞ്ഞുകൂടുന്ന ഇലക്ട്രോണുകളുടെയും
ഹോൾ എന്നാൽ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ എന്ന് സാരം. എന്നാൽ ഇതും ഒരു ചാർജ് കാരിയർ ആണ്. സെമി കണ്ടക്ടർ തിയറിയിൽ ഉള്ളതാണ് ഹോൾ, ഇലക്ട്രോൺ ഹോൾ പെയർ എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കാലനിർണയ രീതിയാണ് ESR എന്ന് പറയുന്നത്. പല്ലിന്റെ ഇനാമലിൽ നടത്തുന്ന ESR ഡേറ്റിംഗ് ആണ് പൊതുവെ ആർക്കിയോളജിയിൽ മനുഷ്യ ഫോസിലുകളിൽ നടത്തുന്നത്. റേഡിയോ കാർബൺ രീതിയേക്കാൾ കൃത്യമായതും ഏതാണ്ട് 5 ലക്ഷം വർഷം വരെ പഴക്കം നിർണ്ണയിക്കാൻ കഴിയുന്നതുമാണ് ഈ രീതി. 70,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നും പുറപ്പെട്ട ഹോമോസാപ്പിയന്റെ പരമ്പരകളാണ് ലോകം മുഴുവൻ ഇന്നുള്ള മനുഷ്യർ എന്ന് എങ്ങനെ കണ്ടെത്തും? അതിന് ഏറ്റവും ലളിതമായിട്ടെങ്കിലും ജനറ്റിക്സിനെ കുറിച്ച് അല്പം അറിയേണ്ടത്. മനുഷ്യന് ആവശ്യമായ അഥവാ മനുഷ്യനിൽ ഉള്ള ജനറ്റിക് കോഡുകൾ എല്ലാം തന്നെ 23 ജോഡി ക്രോമോസോമായി നമ്മുടെ സെല്ലിനുള്ളിൽ ന്യൂക്ലിയസിനകത്ത് അടുക്കി വെച്ചിരിക്കും. ന്യൂക്ലിയസിനകത്തുള്ള ഈ DNA പകുതി അച്ഛനിൽ നിന്നും പകുതി അമ്മയിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ ഒന്ന് മാത്രം, മൈറ്റോകോൺട്രിയൽ DNA മാത്രം, mtDNA എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കും. അത് ന്യൂക്ലിയസിന് പുറത്ത് സ്ഥിതി ചെയ്യും. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ സെല്ലിനകത്തുള്ള ഒരു ഘടകമാണ്. ഇതാണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഊർജത്തെ വേർതിരിച്ച് നമ്മുടെ സെല്ലുകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിലുള്ള രൂപത്തിലേക്ക് മാറ്റുന്നത്. ഓരോ സെല്ലിലും ആയിരക്കണക്കിന് മൈറ്റോകോൺട്രിയകളുണ്ട്. സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിന് ചുറ്റുമുള്ള, അതായത് സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ദ്രാവകത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഈ മൈറ്റോകോൺട്രിയയ്ക്ക് സ്വന്തമായുള്ള DNA ആണ് mtDNA, അതായത് മൈറ്റോകോൺട്രിയൽ DNA എന്ന് പറയുന്നത്. ഈ DNA ഓരോ മനുഷ്യന്റെയും അമ്മയുടെ പാരമ്പര്യം വഹിക്കുന്നതാണ്. പുരുഷനും mtDNA ഉണ്ട്. പക്ഷേ അതും അയാളുടെ അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. പുരുഷന്റെ mtDNA ഒരിക്കലും സന്തതികളിലേക്ക് പകർന്നു കൊടുക്കില്ല. യഥാർത്ഥത്തിൽ സ്പേം, എഗ് എന്നിവയ്ക്ക് മൈറ്റോകോൺട്രിയയും മൈറ്റോകോൺട്രിയൽ DNAയും ഉണ്ട്. എന്നാൽ ഈ അണ്ഡബീജ സങ്കലനത്തിന് ശേഷം ബീജത്തിലുള്ള mtDNA ഏതാണ്ട് ഭൂരിഭാഗ സമയങ്ങളിലും നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ട് എന്ന് സയൻസിന് ഇതുവരെ കൃത്യമായി ഉത്തരം ലഭിച്ചിട്ടില്ല. എന്നാൽ ഇതിന് ഒരു അപവാദം വളരെ അപൂർവമായി കണ്ടിട്ടുണ്ട്. 2018 ഒരു ടീം ഓഫ് റിസർച്ചേഴ്സ് ഒരു കേസിൽ അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയ mtDNA കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്തു. അതിനും 10-20 കൊല്ലം മുമ്പ് ചില ആടുകളിലും എലികളിലും അച്ഛനിൽ നിന്നും ലഭിച്ച mtDNA കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 2022 ഇതിന് തൃപ്തികരമായ ഒരു വ്യാഖ്യാനം കണ്ടെത്തുകയുണ്ടായി. അതായത് വളരെ അപൂർവ സമയങ്ങളിൽ ചെറിയ അംശം mtDNA ന്യൂക്ലിയർ DNA ഉള്ളിൽ കടന്നുകൂടുകയും അത് സന്തതികളിലേക്ക് പകർന്നു കൊടുക്കുന്നതുമാണ് എന്ന് സ്ഥാപിച്ചു. ഇതാണ് പേരന്റൽ ലീക്കേജ് എന്ന് പറയുന്നത്, പറ്റേണൽ ലീക്കേജ് എന്ന് പറയുന്നത്. പറ്റേണൽ ലീക്കേജ്
മുൻപ് പറഞ്ഞ 23 ജോഡി ക്രോമസോമും mtDNA ഉൾപ്പെട്ടതാണ് മനുഷ്യന്റെ ജീനോം എന്ന് വിളിക്കുന്നത്. ഈ ജീൻസ് എങ്ങനെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കുന്നു എന്നത് അല്പം വിശദമായി പറയേണ്ടതായതുകൊണ്ട് ആ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം, mtDNA അമ്മയിൽ നിന്നും മാത്രം കിട്ടുന്നു എന്ന് പറഞ്ഞതുപോലെ Y ക്രോമോസോം അച്ഛനിൽ നിന്നും ഒരാൾക്ക് കിട്ടും. അതായത് Y ക്രോമോസോം എന്റെ അച്ഛന്റെ 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 എന്നങ്ങ് നീളും. അതുപോലെ mtDNA അമ്മയുടെ 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 എന്നും നീളും. പക്ഷേ അതിനിടയിൽ എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചാൽ അതുകൂടി ഇതോടൊപ്പം കൈമാറും. അതായത് മ്യൂട്ടേഷന്റെ ഒരു ചരിത്രം കൂടി ഇവയ്ക്കൊപ്പം കൈമാറും എന്നർത്ഥം. ഇത്തരം മ്യൂട്ടേഷൻസ് പല ഹാപ്ലോ ഗ്രൂപ്പ്സ് ആയി തിരിച്ചിരിക്കുന്നു. മനുഷ്യ ചരിത്രത്തിന്റെ പഠനത്തിൽ Y ക്രോമോസോം ഹാപ്ലോ ഗ്രൂപ്പും മിറ്റോകോൺട്രിയൽ DNA ഹാപ്ലോ ഗ്രൂപ്പും ആണ് ഉപയോഗപ്പെടുന്നത്. അതായത് അച്ഛന്റെ തലമുറകൾ വന്ന വഴിയും അമ്മയുടെ തലമുറകൾ വന്ന വഴിയും ഈ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്ന് സാരം. അതായത് ഒരാളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മാറ്റത്തിന്റെ ചരിത്രം കൂടി ഇതിൽ രേഖപ്പെടുത്തി വരും. അതിപുരാതന DNA-കളിൽ നിന്ന് അങ്ങനെ അതിന്റെ സ്ഥലചരിത്രം കൂടി വായിക്കാം എന്ന് സാരം. ആഫ്രിക്കയിലെ വടക്കൻ ടാൻസാനിയയിലുള്ള ചെറിയൊരു മലയിടുക്കാണ് ഓഡ്വൈ ഗോർജ് എന്നറിയപ്പെടുന്നത്. ഏതാണ്ട് 48 കിലോമീറ്റർ മാത്രം നീളത്തിൽ വശങ്ങൾ 90 മീറ്ററോളം ഉയരത്തിൽ കിടക്കുന്ന ചെങ്കുത്തായ മലയിടുക്കാണ്. അത്ഭുതകരം എന്ന് പറയട്ടെ, ഭൂമിയിലെ ഇത്രയും ചെറിയ ഒരു പ്രദേശത്ത് ഇന്നത്തെ മനുഷ്യൻ, അതായത് ഹോമോ സാപ്പിയൻ സാപ്പിയന്റെ ഏതാണ്ട് 60 പിൻതലമുറക്കാരായ ഹോമിനിൻസിന്റെ, അതായത് മനുഷ്യകുലത്തിൽപ്പെട്ട ജീവികളുടെ ഫോസിലുകൾ ലഭ്യമായി. ഏൻഷ്യൻ DNA പരിശ്രമത്തിൽ 21 ലക്ഷം മുതൽ 15,000 വർഷം വരെ പഴക്കമുള്ള ഫോസിൽ. ലോകത്തിൽ മറ്റെല്ലായിടത്തും നിന്നും ലഭ്യമായ ഹോമോസാപ്പിയൻ സാപ്പിയന്റെ mtDNA ഇവിടെ നിന്ന് ലഭിച്ച mtDNA കൃത്യമായി മാച്ച് ചെയ്യുകയും ചെയ്തു. മുൻപ് പറഞ്ഞ വിവിധ ഹാപ്ലോ ഗ്രൂപ്പുകളിൽ പെട്ടതാണ് ഇവയെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ലോകത്തിലുള്ള ഇന്നത്തെ എല്ലാ മനുഷ്യരുടെയും ആദ്യത്തെ അമ്മ ആഫ്രിക്കയിലെ ഈ പ്രദേശത്ത് നിന്നും തിരിച്ചതാണ്. ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി എന്നറിയപ്പെടുന്ന ഈ സിദ്ധാന്തപ്രകാരം മനുഷ്യൻ ഏതാണ്ട് 2 ലക്ഷം വർഷം മുമ്പ് ഇവിടെ നിന്നും യാത്ര തിരിച്ച് ലോകത്തിൽ എല്ലായിടത്തും വ്യാപിച്ചു. ഹോമോ ഹാബിലിസ്, ഹോമോ സാപ്പിയൻ, ഹോമോ സാപ്പിയൻ സാപ്പിയൻ, ഇങ്ങനെയാണ് നമ്മുടെ, അതായത് ഹോമോ സാപ്പിയൻ സാപ്പിയന്റെ അടുത്ത ബന്ധുക്കൾ. ഇതിൽ ഹോമോ സാപ്പിയൻ സാപ്പിയനാണ് 2 ലക്ഷം വർഷം മുമ്പ് ലോകം മുഴുവനും വ്യാപിച്ചത് എന്നായിരുന്നു ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറിയുടെ നിഗമനം. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്നും 65ഓളം കിലോമീറ്റർ അകലെയുള്ള അത്തിരിപ്പാക്കം എന്ന സ്ഥലത്ത് 1999 നടത്തിയ ഒരു ഉദ്ഗ്രഥനത്തിൽ ഏതാണ്ട് 7000ഓളം ശിലായുധങ്ങൾ കണ്ടുകിട്ടി. ഇതിന്റെ പ്രാധാന്യം, ഈ ആയുധങ്ങളെല്ലാം മധ്യകാല ശിലായുഗത്തിൻ്റെതായിരുന്നു എന്നതാണ്. ശിലായുഗ മനുഷ്യരുടെ ആയുധങ്ങൾ പൊട്ടിച്ചെടുത്ത് സാധാരണ കല്ലുകളാണ്. പക്ഷെ മധ്യകാല ശിലായുഗത്തിലേക്ക് എത്തുമ്പോഴേക്കും
മനുഷ്യർ വളരെ ശ്രദ്ധയോടെ ചെത്തി കൂർപ്പിച്ചുണ്ടാക്കുന്ന ആയുധങ്ങളായി മാറുന്നത് കാണാം. ഇത്തരം ആയുധങ്ങളുടെ രൂപത്തിൽ നിന്നും ആ മനുഷ്യരുടെ അമൂർത്തമായ ചിന്തയുടെ വികാസം നമുക്ക് കാണാൻ കഴിയും. പല ജോമെട്രിക്കൽ രൂപങ്ങളും ഇത്തരം ആയുധങ്ങൾക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ ആയുധങ്ങൾ ആധുനിക ലുമിനൻസ് ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ ഇവ 3,85,000 വർഷം മുമ്പ് ആരംഭിച്ച് 1,70,75,000 വർഷം വരെ നീണ്ടു നിന്ന അഷൂലിയൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലായി. ഇത്തരം ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത് പ്രധാനമായും ഹോമോ എർഗസ്റ്റർ, ഹോമോ ഇറക്ടസ്, ഹോമോ നിയാൻഡർത്താൽ എന്നിവരായിരുന്നു. നിയാൻഡർത്താല് പ്രധാനമായും യൂറോപ്പിലാണ്. അതായത് ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി പറയുന്നത് പോലെ ഹോമോ സാപ്പിയൻ മാത്രമല്ല, ഹോമോ ഇറക്ടസ് അടക്കമുള്ള മനുഷ്യ പൂർവികർ മെഡിറ്ററേനിയൻ കടന്ന് സൗദി തീരത്തുകൂടി ദക്ഷിണേന്ത്യ വരെയും അവിടെ നിന്ന് വിയറ്റ്നാം, ഇന്തോനേഷ്യ വരെ എങ്കിലും എത്തിയിരിക്കാം എന്ന് സാരം. നിർഭാഗ്യവശാൽ മനുഷ്യന്റെ ഒരു ഫോസിലും ഇന്നുവരെ ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ട് നമുക്ക് കൃത്യമായ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയില്ല. എന്തുകൊണ്ടാകാം ഒരു ഫോസിലും ലഭ്യമാവാത്തത്? ഏതാണ്ട് 74,000 വർഷം മുമ്പ് ഇന്തോനേഷ്യയിലെ സുമാട്രയ്ക്കടുത്തുള്ള മൗണ്ട് തോബ എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയുണ്ടായി. ഏതാണ്ട് 2,800 ക്യൂബിക് കിലോമീറ്റർ വോൾക്കാനിക് ആഷ് അത് പുറത്തുവിട്ടു എന്നാണ് കണക്ക്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനമായിരുന്നു അത്. തെക്കേ ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ഏതാണ്ട് 15 സെന്റിമീറ്റർ ഘനത്തിൽ ആ അഗ്നിപർവ്വത ചാരം മൂടിക്കിടന്നു എന്നാണ് കണക്ക്. ഇത് ഏതാണ്ട് 6 കൊല്ലത്തേക്ക് സൂര്യരശ്മിയെ തടഞ്ഞു നിർത്തുകയും തുടർന്നുള്ള 1000-ഓളം കൊല്ലത്തേക്ക് ഒരു ഹിമയുഗം സൃഷ്ടിക്കുകയും എന്നാണ് നിഗമനം. ഇതിന്റെ അനന്തരഫലമായി മനുഷ്യ ജനസംഖ്യ 3000-നും 10,000-നും ഇടയിലേക്ക് താഴ്ന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിനെയാണ് ജനറ്റിക് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. 1991-ൽ ഏതാനും പർവ്വതാരോഹകർ ആൽപ്സ് പർവ്വതത്തിന്റെ ഉസ്റ്റാൽ താഴ്വരയിൽ മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു ശവശരീരം കണ്ടു. യാതൊരു കേടുപാടുകളും പറ്റാതെ ലഭിച്ച ആ ശരീരത്തിന് ഊത്സി എന്ന് പേരിട്ടു. പിന്നീടുള്ള പരിശോധനയിൽ ഏതാണ്ട് 6,000 വർഷം പഴക്കമുള്ളതാണ് ആ ശരീരം എന്ന് മനസ്സിലായി. ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശരീരം മുഴുവനായി ലഭിക്കുന്നത് ആദ്യമായിട്ടാണ്. ഊത്സിയുടെ എക്സ്റേ പരിശോധനയിൽ അയാളുടെ ഇടത്തെ തോളിൽ ഒരു അമ്പ് ഒടിഞ്ഞിരിക്കുന്നതായി കണ്ടു. അതുപോലെ തന്നെ അയാളുടെ കൈത്തണ്ടയിൽ ആഴത്തിൽ ഒരു മുറിവ് ഉണ്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്നോ ഒരുപക്ഷെ രണ്ടുമോ ആയിരിക്കാം അയാളുടെ കാരണം. ജനറ്റിക്സ് പരിശോധനയിൽ ഇന്ന് തുർക്കിയുടെ ഭാഗമായ അനറ്റോളിയയിൽ നിന്നും ഏതാണ്ട് 9,000 വർഷം മുമ്പ് കൃഷി യൂറോപ്പിൽ എത്തിച്ച കൃഷിക്കാരുടെ പിന്തലമുറയാണ് ഇയാളെന്ന് കണ്ടുപിടിക്കുന്നത്. അന്ന് നായാടികളായി ജീവിച്ചിരുന്ന യൂറോപ്യൻ ജനങ്ങളുമായി വലിയ കലർപ്പൊന്നും ഉണ്ടാകാതെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലെ അംഗമായിരുന്നു അയാൾ. ഏറ്റവും രസകരമായ ഒരു കണ്ടുപിടുത്തം ഇയാൾക്ക് ഹൃദയരോഗം വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്നാണ്.
ജനറ്റിക്സ് പരിശോധന കണ്ടുകിട്ടിയത്. അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റിക്സ്, ഒബീസിറ്റി തുടങ്ങിയവ ഉണ്ടാകാനുള്ള ജനറ്റിക് ലക്ഷണങ്ങൾ ഉണ്ടായി. ഇയാൾക്ക് ഏതാണ്ട് 25-നും 35-നും ഇടയിൽ പ്രായമാണ് കണക്കാക്കുന്നത്. അപ്പോ ഈ രോഗങ്ങളൊക്കെ ആധുനിക കാല ജീവിതശൈലിയുടെ ഭാഗമാണെന്ന് ധരിച്ച് വെച്ചിരിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊരു പുതിയ അറിവായിരുന്നു. ഇയാൾ മുടി വെട്ടി വൃത്തിയാക്കിയിരുന്നു. പൗരാണിക മനുഷ്യർ മുടി മുറിക്കുന്നതിനുള്ള ആദ്യത്തെ തെളിവാണ്. ഇയാളുടെ വൻകുടലിനുള്ളിൽ വിപ്ലവം കണ്ടെത്തുകയും ചെയ്തു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ മുട്ട പോലെയുള്ളത് കഴിക്കുമ്പോഴാണ് ഈ പാരസൈറ്റ് ഉണ്ടാകുന്നത്. തോളിലെ തോൽസഞ്ചിയിൽ ഇയാൾ ചില കുമിളുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. മിക്കവാറും മരുന്നായി ഉപയോഗിക്കുന്നതാവാം അത് എന്നാണ് ധാരണ. ഈ ഉദാഹരണം പറഞ്ഞത് ഊത്സ്യയെ മുൻനിർത്തിയ ചരിത്ര പഠനത്തിൽ ചരിത്രകാരന്മാർക്ക് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കാനാണ്. അതായത് ഇന്ന് ചരിത്ര നിർമ്മിതി എന്നത് ഫിസിസിസ്റ്റ്, റേഡിയോളജിസ്റ്റ് തുടങ്ങി സയൻസിന്റെ മേഖലയിൽ ഉള്ളവരുടെ മാത്രം ജോലിയായി പതുക്കെ പതുക്കെ മാറുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതായത് പാർട്ടിക്കിൾ ഫിസിക്സിന്റെയും ക്വാണ്ടം മെക്കാനിക്സിന്റെയും ജനറ്റിക്സിന്റെയും മറ്റും സഹായത്തോടെ ശേഖരിക്കുന്ന ഇൻഫോർമേഷൻസ് ആണ് തെളിവുകൾ എന്ന് സാരം. ഇൻഫോർമേഷൻ എന്നതിനെ നമുക്ക് തൽക്കാലം മലയാളത്തിൽ വിവരം എന്ന് വിളിക്കാം. ഈ ലോകം നാം മനസ്സിലാക്കുന്നത് ഇൻഫോർമേഷൻ ആയിട്ടാണ്. സയൻസ് എന്നത് അടിമുടി നിറഞ്ഞു നിൽക്കുന്നത് ഇൻഫോർമേഷനാണ്. എല്ലാ അറിവിനെയും പരിണമിപ്പിക്കുന്നത് അഥവാ രൂപാന്തരപ്പെടുത്തുന്നത് ഇൻഫോർമേഷനാണ്. ഇൻഫോർമേഷൻ തിയറി രൂപപ്പെടുന്നത് ഗണിതശാസ്ത്രവും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും തമ്മിലുള്ള ഒരു പാലമായിട്ടാണ് അത് രൂപപ്പെട്ടു വന്നത്. എന്നാൽ ഇന്നിപ്പോ ബയോളജി ഒരു ഇൻഫോർമേഷൻ സയൻസ് ആയി മാറി. സന്ദേശങ്ങളുടെ രൂപത്തിൽ, നിർദ്ദേശങ്ങളുടെ രൂപത്തിൽ, വിവിധ കോഡുകളുടെ രൂപത്തിൽ ജീൻസ് വിവരങ്ങളെ അതിന്റെ സാരാംശങ്ങളിലേക്ക് ചുരുക്കി അത് വായിക്കാനും തിരിച്ചെഴുതുവാനും കഴിയുന്ന ഒരു ചട്ടക്കൂടാണ് എന്ന് നാം മനസ്സിലാക്കി. ഓർമ്മ തലച്ചോറിൽ മാത്രമല്ല ശരീരത്തിലെ ഓരോ സെല്ലിലുമുണ്ട് എന്ന് നാം തിരിച്ചറിയും. ജൈവ അജൈവ വസ്തുക്കളുടെ കേന്ദ്രമായി നിൽക്കുന്നത് വിവരങ്ങളാണ്. വിവരം എന്നത് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നാണ്. അത് പ്രാപഞ്ചികമായ ഒരു ക്രമീകരണം അഥവാ ഒരു ഘടനയെ വ്യഞ്ജിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ അളവിൻ്റെ ഒരു മാത്രയായും നിലനിൽക്കും. സംസ്കാരത്തിൽ അത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറാവുന്ന മെം ആയി രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞു. സാമ്പത്തിക ശാസ്ത്രം ഒരു ഇൻഫർമേഷൻ സയൻസ് ആയി മാറി. ചരിത്രം അഥവാ ഹിസ്റ്ററി ആ മാറ്റത്തിന്റെ വഴിയിലാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആറ്റത്തിന്റെ വിഘടനത്തിന് ശേഷം ഫിസിക്സും അതായി മാറി. ഒരു ബിറ്റ് കൂടുതൽ മൗലികമായ ഒരു കണികയായി മാറി. അമൂർത്തമായ
കേവലമായ ഒന്ന്, ഒരു അബ്സ്ട്രാക്ട് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ, ഒരു ബൈനറി ഡിജിറ്റ്, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഒരു എസ് ഓർ നോ, ഒരു ഓൺ ഓർ ഓഫ്. ഒരു ജീവശരീരത്തിലെ അവയവങ്ങളെല്ലാം ഉജ്ജ്വലമായി നെയ്തെടുത്ത ഒരു ആശയവിനിമയ ശൃംഖലയിലെ കണ്ണികൾ മാത്രമാണ്. സംപ്രേക്ഷണം നടത്തുകയും സ്വീകരിക്കുകയും കോഡിങ്ങും ഡീകോഡിങ്ങും ഒക്കെ നടത്തുന്ന ഒരു ശൃംഖല. പരിണാമ പ്രക്രിയ പോലും അനുസ്യൂതമായ വിവര കൈമാറ്റത്തിന്റെ, അതായത് ആ സജീവ വസ്തുവും അതിന്റെ ചുറ്റുപാടുകളും തമ്മിലുള്ള വിവര കൈമാറ്റത്തിന്റെ ഒരു ഒഴുക്ക് മാത്രമാണ്. പ്രസിദ്ധനായ ജോൺ വീലർ ഒരിക്കൽ എഴുതി, all arises in the last analysis from the posing of yes, no questions. All things physical are information theoretic in origin, and this is a participatory universe. The whole universe is thus seen as a computer, a cosmic information processing machine. അപ്പോ ചരിത്ര നിർമ്മിതി വെറും യാന്ത്രികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നടത്തേണ്ട ഒന്നാണ് അല്ല എന്ന് നിങ്ങൾക്ക് ഉത്തരം. കാരണം ചരിത്രം എന്നത് യാന്ത്രികമായ ഒരു ഒഴുക്ക് മാത്രമല്ല. അതിൽ സജീവമായി പങ്കെടുക്കുന്ന പ്രകൃതിയുണ്ട്, സമൂഹമുണ്ട്. അതായത് ചരിത്രം എന്നത് പ്രകൃതിയുടെയും മനുഷ്യ സമൂഹത്തിന്റെയും പക്ഷി മൃഗാദികളുടെയും ലതാദികളുടെയും ഒക്കെ ചരിത്രമാണ്. അതൊരു സാമ്രാജ്യത്തിന്റെയോ ഭരണാധികാരിയുടെയോ മാത്രം ചരിത്രം അല്ല, മറിച്ച് സമൂഹത്തിന്റെ ഉപജീവനത്തിന്റെയും അതിജീവനത്തിന്റെയും കൂടി ചരിത്രമാണ്. ഒരു പ്രദേശത്തിന്റെ മാറ്റത്തിന്റെ ചരിത്രം എന്നത് അവിടുള്ള സാമൂഹിക ബന്ധങ്ങളുടെ മാറ്റത്തിന്റെ ചരിത്രം കൂടിയാണ്. അതിൽ സന്നിഹിതമായ തെളിവുകൾ മാത്രമല്ല, അസന്നിഹിതമായവയെ കൂടി കണ്ടെത്താൻ കഴിയണം. അസന്നിഹിത തെളിവുകൾ ഉദാഹരണമായി രാജരാജ ചോഴൻ പണി കഴിപ്പിച്ച മഹത്തായ ഒരു ക്ഷേത്രമാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം. പണി പൂർത്തിയാവാത്ത ഒരു ക്ഷേത്രമാണ്. എന്തിനു വേണ്ടിയായിരിക്കും രാജരാജൻ ആ ക്ഷേത്രം പണി കഴിപ്പിച്ചത്? അദ്ദേഹത്തിന്റെ ശിവഭക്തിയുടെ അടയാളമായിട്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ പുത്രൻ രാജേന്ദ്ര ചോഴൻ ഗംഗൈക്കൊണ്ട ചോളപുരത്ത് മറ്റൊരു ശിവക്ഷേത്രം പണി കഴിപ്പിച്ചതിനായിരുന്നു. സ്വന്തം അച്ഛൻ തുടങ്ങി വെച്ച ക്ഷേത്രം മുഴുമിപ്പിക്കാതെ പുതുതായി എന്തിന് ക്ഷേത്രം നിർമ്മിച്ചു? അങ്ങനെ നോക്കുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് ഇത് രണ്ടും അവരുടെ രാജത്വത്തിന്റെ വിളംബരം മാത്രമായിരുന്നു. The statement of the state power. ക്ഷേത്രങ്ങളുടെയും മറ്റ് നിർമ്മിതികളുടെയും ചരിത്രത്തിൽ അത്തരം വസ്തുതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത്തരം അസന്നിഹിത ചരിത്രം കണ്ടെത്തുന്നത് കൂടിയാണ് പുതിയ ചരിത്രരചനയുടെ രീതിശാസ്ത്രം. ഇത് കലയിലേക്കും ചോദിക്കാവുന്നതാണ്. പ്രപഞ്ചമാതാവിനെ സങ്കല്പിക്കുമ്പോൾ എന്തിന് ഇത്ര ക്രൂരയായി സങ്കല്പിക്കണം? നിരവധി കൈകളും എല്ലാ കൈകളിൽ ആയുധങ്ങളും സിംഹത്തിന്റെ പുറത്ത് ആ അമ്മ ആരെയാണ് നേരിടാൻ പോകുന്നത്? ഭീകരനായ ഒരു അസുരൻ എന്ന ഒരു കഥയൊന്നും പോരാ ഇത് വിശദീകരിക്കാൻ.
സ്വന്തം തലവെട്ടി ഒരു കയ്യിൽ പിടിച്ച് കഴുത്തിൽ നിന്നും ചീറ്റിയൊഴുകുന്ന രക്തം സ്വയം കുടിക്കുകയും തന്റെ സഹചാരിണികളെ കൊണ്ട് കുടിപ്പിക്കുകയും ചെയ്യുന്ന ചിന്നമസ്തകാളെ എന്തിനെയാണ് അവർ വിഭാവനം ചെയ്യുന്നത്? പാണന്റെ വീണ എന്തിനാണ് തേങ്ങുന്നത് അല്ലെ കരയുന്നത്? പുള്ളുവിന്റെ കുടം എന്തുകൊണ്ടാണ് തേങ്ങുന്നത്? പുള്ളോക്കുടം തേങ്ങുന്നത് നമുക്കറിയാം, പക്ഷെ എന്തുകൊണ്ടാണ് തേങ്ങുന്നത്? ഈ ചിഹ്നങ്ങൾക്കൊക്കെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ടാവും. ആ വസ്തുതകളെ ചരിത്രത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതല്ലേ? അത്തരം ഒരു ചരിത്ര രചനാരീതി വളർന്നു വരുന്നത്. അതിനെയാണ് മാറുന്ന ചരിത്ര രചനാരീതി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. ഈ പ്രഭാഷണത്തിൽ ജെയിംസ് ഗ്ലെയ്ക്ക് എഴുതിയ ദി ഇൻഫോർമേഷൻ, എ ഹിസ്റ്ററി, എ തിയറി, എ ഫ്ലഡ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള ആശയങ്ങളും ഡോക്ടർ രാജൻ കുരുക്കളുടെ ചില പ്രഭാഷണങ്ങളിൽ നിന്നുള്ള ആശയങ്ങളും ഞാൻ സ്വീകരിച്ചു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.